സിനിമ കണ്ടിട്ട് ഞാനല്ലല്ലോ അഭിപ്രായമുണ്ട്. ഞാൻ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നല്ല അഭിപ്രായം പറയും. നമ്മൾ ഉദ്ദേശിച്ചൊരു മൂഡ്, അതായത് ഒരു സിനിമയുടെ നമുക്കറിയാം നമ്മൾ ഇതാണ് എൻ്റെ സിനിമ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ യൂത്തിന് പറ്റുന്നൊരു സിനിമയല്ല, ഇതൊരു സീരിയസ് സിനിമയാണ് എന്ന് നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ എന്താണോ കണ്ടത് അത് കിട്ടിയായിരുന്നു. അതായത് ഓരോ സിനിമയ്ക്ക് ഓരോ ജോണറുണ്ട്. ഈ സിനിമയുടെ ജോണർ ഇങ്ങനെ ഞാൻ ഈ ടൈപ്പ് സിനിമ ഏതാണ്. ഇതിന് മുമ്പ് തന്നെ പടം എന്ന് പറഞ്ഞാൽ മൃദുഭാവത്തിലുള്ള കൃത്യ പക്കാ കൊമേഴ്സ്യൽ പടമായിരുന്നു, ഷാജൂൺ കരിയാൽ ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ ഈ പടം ഇതാണ്. ഇനി എഴുതാൻ പോകുന്നത് പ്രമോദ് ഓപ്പൻ്റെ പടം എഴുതി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജോണറൊന്നുമില്ല. ഈ സിനിമ ആവശ്യപ്പെടുന്ന ജോണർ ഇതാണ്. അപ്പോൾ ഈ പാറ്റേണിൽ ഈ സിനിമ പറയണം എന്ന് തോന്നി അത് ഇങ്ങനെ പറഞ്ഞു. ഇനി അടുത്തൊരു സിനിമയുടെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ മാറി ആലോചിക്കാം. അതാണ് നമ്മുടെ ഇത്. ഓ താങ്ക് യു കേട്ടോ. പല രംഗങ്ങളും വികാരതീവ്ര പല രംഗങ്ങളും പ്രേക്ഷകരെ കരയിപ്പിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് മകളുടെ മരണ സീനൊക്കെ അതൊക്കെ എഴുതി വന്നപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ രീതിയിൽ ഒരു വികാരം എങ്ങനെ തോന്നിയത്? തീർച്ചയായിട്ടും നമ്മൾ ഫീൽ ചെയ്ത് തന്നെ എഴുതുക. കാരണം ഒരു സീൻ എഴുതുമ്പോൾ ആ സീൻ നമ്മൾ അഭിനയിച്ചിട്ട് തന്നെയാണ് എഴുതുക. ഏതെഴുത്തുകാരനും ഉള്ളിൽ ഉണ്ടായിരിക്കും. അയാൾക്കത് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം കടലാസിലേക്ക് പകർത്താൻ പറ്റും. എഴുതാൻ്റെ ഉള്ളിലൊരു നടനുണ്ടായിരിക്കും, അതിൽ ഡയറക്ടർ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ സത്യമാണ്. അവർക്കത് എക്സ്പ്രസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അതുപോലെ നമ്മളും അതുപോലെ പിന്നെ ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. എൻ്റെ ചുറ്റിനും ഞാൻ ഈ കളി പറഞ്ഞാണ്ട് പേടിച്ച് വീടിനകത്തേക്ക് ഓടിപ്പോയിട്ടുള്ള ബാല്യമായിരുന്നു എൻ്റേത്. അപ്പോൾ ഈ കളിയൊക്കെ ആയിട്ട് എനിക്ക് മീൻസ് എൻ്റെ ചുറ്റിനുണ്ട് ഇത്തരം കളി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് റിലേറ്റ് ആവുന്നൊരു സബ്ജക്റ്റായിരുന്നു. സിനിമ പ്രതിപാദിക്കുന്ന നല്ലൊരു രാഷ്ട്രീയം തന്നെയാണ്. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഉരുൾപൊട്ടലും നമ്മുടെ മലവെള്ളപ്പാച്ചിലും ഒക്കെ സംഭവിക്കുന്ന ഈ മലയിടിച്ചിലും ഒക്കെ അതായത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കൊരു ആഗ്രഹമുണ്ട്. ഏത് സബ്ജക്റ്റ് പറയുമ്പോഴായാലും പൊളിറ്റിക്സിനാണ്. പൊളിറ്റിക്സ് ഞാൻ ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP അല്ല. പ്രകൃതിയിലെ ഏത് സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്സാണ്. ഇപ്പോൾ തമിഴിലൊക്കെ അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അവരൊരു മണ്ണായിരിക്കാം, വെള്ളമായിരിക്കാം എന്ന് പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്സ് വേണം സിനിമയ്ക്ക്. അത് നമ്മൾ എന്നാൽ അതിനു വേണ്ടി മാത്രമാവരുത്, ആ സിനിമയിൽ അത് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ എല്ലാ സിനിമയിലും ഞാനത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുമുണ്ട്. അത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തി. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനിയുണ്ടാവുന്ന സിനിമകളിലും അത്തരം പൊളിറ്റിക്സ് പരിസ്ഥിതിയുണ്ട്, സ്ത്രീകളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, മണ്ണ് പെണ്ണ് ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സബ്ജക്റ്റുകളാണ്. ആർക്ക് വേണമെങ്കിൽ എപ്പോഴും ചൂഷണം ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയാണ്. അതൊക്കെ നമ്മളതിൽ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടായെന്ന് വിശ്വസിക്കുന്നു. അതാണ് ആഗ്രഹം. അതാണ് തീർച്ചയായിട്ടും അതാണ് ആഗ്രഹം. ദൈവം അതിനുള്ള അവസരം തരട്ടെ. നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട് ദൈവം അതിനുള്ള അവസരം തരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതെ. അല്ല, നടനാവാൻ വേണ്ടി വന്നിട്ട് റൈറ്ററായ ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. സന്തോഷം ചന്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗുരുസാറിൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത് വലിയ സന്തോഷം. അപ്പോൾ ഇനിയും തോന്നിയത് മൃതഭാവം തിരക്കത്തിയെ പോലൊരു കൊമേഴ്സ്യൽ ചിത്രം കഴിച്ചിട്ട് ഷാജൂൺ കരിയാൽ സാറാണ് അതിൻ്റെ രചനയിൽ നിന്ന് മാറി ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് മാറി. രണ്ട് വിഭിന്നമായ എഴുത്താണ്. എന്തും എഴുതണം എന്നാണ് ആഗ്രഹം. എന്തും എഴുതണം. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് എന്താണ് വേണ്ടി മന്നെ അത് എഴുതുക, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനിയും വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ നമുക്ക് വരട്ടെ, ആളുകൾ തരട്ടെ. അപ്പോൾ എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ കാണുന്നവർ ഡയറക്ടേഴ്സൊക്കെ തരട്ടെ. താങ്ക് യു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി മനസ്സാരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓർക്കാൻ പറ്റിയതാണ്. അവരെ ഫ്രെയിമിലൊക്കെ ഒന്ന് വരാമെന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് നല്ലൊരു ക്യാരക്ടറും കിട്ടി, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത് മാറ്റം വരുത്തിയതാണ്. അതിനെ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മളെ രാജേഷ് സാറാണ്. അതിന് എനിക്ക് ഡയറക്ഷൻ, ടച്ചിങ്, എക്സസൈസ് ഇതെല്ലാം ചെയ്ത് ഒരുപാട് മാറ്റിയെടുത്താണ്. അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. വികാരതീവ്രമായ പല രംഗങ്ങളും ഞങ്ങൾ പ്രേക്ഷകരെ കരയിച്ചു കളഞ്ഞു. മരണസീൻ വരെ എങ്ങനെ തോന്നിയത്? നമ്മളെ മനസ്സിൽ അത് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. വളരെ ആ ക്യാരക്ടറിനോടുള്ള താല്പര്യം, ആ കഥ പറഞ്ഞു തന്നപ്പോൾ ഉണ്ടാവുന്ന അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് എത്രമാത്രം ആയി എന്നറിയില്ല. എന്തോ മധുസാറിൻ്റെ അതൊരു സ്വപ്നമായിരുന്നല്ലോ നമുക്ക്. എല്ലാവരും ഏതൊരു ആർട്ടിസ്റ്റിനും മധുസാറെ ക്യാമറയിലൊന്ന് വരിക എന്നുള്ള ഒരു വലിയ ഭാഗ്യം തന്നെയാണ്.
അത് എനിക്ക് കിട്ടിയ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഡയറക്ടറും നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹം മര്യാദ നന്നായി ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.